CPIയിൽ വീണ്ടും സസ്പെൻഷൻ. കെ ഇസ്മായിലിനെയും പുറത്താക്കി. മുൻ എംപിയും മുതിർന്ന CPI നേതാവുമായ ചെങ്ങറ സുരേന്ദ്രന് പിന്നാലെ മുതിർന്ന CPI നേതാവ് കെ ഇസ്മായിലിനെയും പാർട്ടി സസ്പെൻഡ് ചെയ്തു. സസ്പെൻഷൻ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം സ്ഥിരീകരിച്ചു. കെ ഇസ്മായിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സൽപ്പേരിന് കളങ്കമുണ്ടാക്കിയെന്നും അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് 6 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്യുന്നുവെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. ഇതിൽ കൂടുതൽ ചർച്ചയില്ലെന്നും ബിനോയ് വിശ്വം പ്രതികരിച്ചു. കെ ഇസ്മായിലിനെ സസ്പെൻഡ് ചെയ്യാൻ CPI എക്സിക്യൂട്ടീവിൽ ധാരണയുണ്ടായിരുന്നു. പി രാജുവിന്റെ മരണത്തിൽ പാർട്ടിയെ പ്രതിസ്ഥാനത്ത് നിർത്തിയതിനാണ് നടപടി. 6 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്യാനാണ് എക്സിക്യൂട്ടീവ് യോഗത്തിൽ ശുപാർശയെന്നും സംസ്ഥാന കൗൺസിൽ ശുപാർശ അംഗീകരിക്കുന്നതോടെ നടപടി പ്രാബല്യത്തിൽ വന്നുവെന്നും ബിനോയ് വിശ്വം പ്രതികരിച്ചു. എന്നാൽ സസ്പെൻഷൻ വിവരം വാർത്തകളിലൂടെ അറിഞ്ഞതെന്ന് കെ ഇസ്മായിൽ പ്രതികരിച്ചു. ഔദ്യോഗികമായി വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ലെന്നും നേതാക്കൾ വിളിച്ചിട്ടില്ലെന്നും പക്ഷേ ഒരുപാട് സഖാക്കൾ വിളിക്കുന്നുണ്ടെന്നും ഇസ്മായിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. നോട്ടീസ് ലഭിച്ച ശേഷം പ്രതികരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. 1955 മുതൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നുവെന്നും മരിക്കുന്നതുവരെ പാർട്ടിയിൽ തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു. ബുധനാഴ്ച ചെങ്ങറ സുരേന്ദ്രനെ CPIയിൽ നിന്ന് 1 വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്തിരുന്നു. പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ പേരിലാണ് നടപടിയെടുത്തത്. പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നടക്കമാണ് സസ്പെൻഡ് ചെയ്തത്. CPI കൊല്ലം ജില്ലാ കൗൺസിലിന്റേതായിരുന്നു തീരുമാനം. യോഗത്തിൽ പങ്കെടുത്ത ചെങ്ങറ സുരേന്ദ്രനോട് വിശദീകരണം തേടിയെങ്കിലും വിശദീകരണം തൃപ്തികരമല്ലെന്നായിരുന്നു യോഗത്തിന്റെ വിലയിരുത്തൽ. ഇതിന്റെ അടിസ്ഥാനത്തിൽ പുറത്താക്കുകയായിരുന്നു.